തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന കേസ് ആരെങ്കിലും മറന്നോ? അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ അല്ലെ. ഒരു ഈടില് എല്ലാവരുടെയും മനസ്സിനെ തന്നെ കുലുക്കി മറച്ച ഒരു കേസായിരുന്നു. അഫാൻ എന്ന് പറയുന്ന ഒരാള് 5 ആളെ കൊന്നു. അനിയനും കാമുകിയും വല്യുമ്മയും ഉൾപ്പെടെ 2 കസിൻസിന്. ഉമ്മാനെ കഴുത്ത് ഞെരുക്കിയെങ്കിലും ഉമ്മ രക്ഷപ്പെട്ടു. ഇപ്പൊ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്നത് അഫാന്റെ ഉമ്മാന്റെ ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ ആ ഇന്റർവ്യൂവിനെ പറ്റി നമുക്കൊന്ന് കാണാം, അതിലുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. പിന്നെ വീഡിയോ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇല്ല, അഫാൻ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളുള്ളവൻ എല്ലാവരും അവൻ. നമ്മൾ സുഹൃത്തുക്കളെ നമ്മൾ 4 പേരും നല്ല രീതിയിൽ തന്നെ സുഹൃത്തുക്കളെ പോലെ തന്നെ കഴിഞ്ഞു 4 പേരും. ഉമ്മ വാപ്പ മക്കൾ അങ്ങനെ ഒരു ഇതിലല്ലേ കഴിഞ്ഞത്. നമ്മൾ സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. നമ്മൾ ഉപ്പ പറയുന്ന സമയത്ത് തന്നെ ഉപ്പാന്റെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റും, ഞങ്ങൾ വളരെ സുഹൃത്തുക്കൾ പോലെ സന്തോഷത്തോടു കൂടി ജീവിച്ചതാണ്. എന്ന് വെച്ചാൽ അഫാനും അഫാന്റെ അനിയനും അഫാന്റെ ഉപ്പയും അഫാന്റെ ഉമ്മയും. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലാണ് ഉപ്പ പറയുന്നത്. ഉപ്പ പോയി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഫാന്റെ ഉമ്മാന്റെ അടുത്ത് ദേഷ്യമുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷെ ഉപ്പാന്റെ വിശ്വാസപ്രകാരം അവരുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഈ കുടുംബ പ്രശ്നത്തിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാല്, നമ്മൾ ഈ തുറന്ന് പറയുന്നത് അല്ലാണ്ട് ഈ കുട്ടികൾക്കൊക്കെ പല കാര്യങ്ങളും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ സങ്കടമായി കിടക്കുന്നുണ്ടാവും. അത് എന്ത് ചെയ്യുക, എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, മനസ്സിൽ ഇങ്ങനെ കടന്ന് എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും റിയാക്ട് ചെയ്യുക. എന്തായാലും ഉപ്പ പറഞ്ഞതനുസരിച്ച് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കുടുംബമല്ല. കടബാധ്യത എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, കോഴി ബിസിനസ് ഞാൻ ലോൺ എടുത്തല്ലോ, അത് ഫാമെല്ലാം അടിച്ച് കൂട്ടിയത്. കോഴി ബിസിനസ് വലിയ കുഴപ്പമില്ല പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തോ യാദൃശ്യമായിട്ട് അത് സംഭവിച്ചു പോയി, കോഴികളെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്തത്. അതും ഒരു സാമ്പത്തിക ബാധ്യത പറ്റൊരു കാര്യമാണ്. പിന്നെ അവരുടെ കുഞ്ഞുമാരുടെ വീട്ടിൽ കുറച്ച് പൈസ പലിശക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഇങ്ങനെ പലിശ കൊടുത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ബുദ്ധിമുട്ടായി തീർന്നു. അഫാന്റെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്രയും കൊലപാതകം ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച വന്നത് എന്തിന് ചെറിയ അനിയൻ അല്ലെങ്കിൽ വല്യുമ്മ കാമുകീനൊക്കെ എന്തിന് എന്നൊരു ചർച്ച വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അതിന്റെ കാരണമായി നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഞങ്ങൾ എല്ലാവരും ആത്മഹത്യ ചെയ്യണം എന്നാണ് തീരുമാനിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എല്ലാവരെയും കൊന്നത് എന്നാണ് അഫാൻ പറഞ്ഞത്. സാമ്പത്തിക ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഉപ്പ പറയുന്നത്. ഓഫ്കോഴ്സ് നമുക്ക് മനസ്സിലാവും, ബിസിനസ് തുടങ്ങാൻ വേണ്ടി പൈസ എവിടെന്നെങ്കിലും എടുത്തിട്ട് ബിസിനസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക. ഉമ്മയ്ക്ക് എന്താണ് ആ ഒരു സമയത്ത് സംഭവിച്ചത്? അതായത് പെട്ടെന്ന് വീട്ടിൽ സാമ്പത്തിക ബാധകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്കുള്ള സ്വത്ത് വിറ്റാൽ അതിന്റെ പകുതി പോലും ആവശ്യമില്ല, ആ ഒരു കടം വീട്ടാനാണ്. ആവശ്യമില്ലായിരുന്നു, പകുതി പോലും ആവശ്യമില്ലായിരുന്നു കടം വീട്ടാൻ. പക്ഷെ ഈ ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് ഭാഗങ്ങളിലായിട്ട് അഫാന്റെ ഉമ്മ പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്വത്ത് വിറ്റാൽ തീരാവുന്ന കടബാധ്യതയെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. എൻ്റെ ആദ്യത്തെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, സ്വത്ത് വിറ്റാൽ തീരാവുന്ന ഒരു കടബാധ്യതയെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്ന അടുത്ത കാര്യം എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അഫാൻ അറിയായിരുന്നു. അപ്പൊ അഫാൻ അറിയില്ലേ സ്വത്ത് വിട്ട കടം തീരുന്നു? അപ്പൊ അത് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അഫാൻ വീട്ടുകാരെയൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ചത്? ഇനി അഫാന്റെ ഭാഗത്ത് വേറെ വല്ല തെറ്റുണ്ടോ? അല്ലെ അഫാന് സോൾവ് ആക്കാൻ പറ്റാത്ത, വീട്ടുകാരറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഉമ്മ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അവന് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടില്ല, വഴക്കോ ഒച്ചപ്പാടോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവൻ ചെയ്തതെന്ന് ഉമ്മാക്ക് പോലും അറിയില്ല എന്ന്. പക്ഷെ അഫാൻ പറയുന്നത് വലിയ സാമ്പത്തിക കടബാധ്യതയുണ്ട്. ഇവിടെ ഒരു വൈരുദ്ധ്യം തോന്നുന്നില്ലേ രണ്ടുപേരുടെയും മറുപടിയിൽ? ഇതിനുള്ളിൽ എന്തെങ്കിലും അറിയാത്ത വല്ല സ്റ്റോറിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അറിയില്ല, ആലോചിക്കേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കണ്ടുകിട്ടും തോന്നാം. ഇതെന്റെ ഒരു അസംഷൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അന്നത്തെ ദിവസം ഒരു കാരണവും എനിക്ക് ഓർമ്മയില്ല. ഉമ്മയെ രാവിലെ അഫാൻ ഏകദേശം 11:30 കൂടി കഴുത്തിൽ ഷോൾ മുറുക്കിയെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. സംഭവം തുടങ്ങിയത്. പക്ഷേ അതിനു മുന്നേ അവൻ എന്ത് പറഞ്ഞെന്നാ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ സ്വപ്നത്തിലൊന്നോണം എൻ്റെ കൈ ഞാൻ ഇങ്ങനെ ആക്കി, എന്നിട്ട് എൻ്റെ മോൻ പറഞ്ഞു മച്ചി ക്ഷമിക്കണേ എന്ന് പറഞ്ഞ്, എന്നിട്ട് പർസാനെ വിളിച്ചുകൊണ്ട് വരട്ട് ഞാൻ പോയി മച്ചിയെ ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു.
പിന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉമ്മ പറയുന്നത്. എന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉമ്മാനെ വന്നിട്ട് കഴുത്ത് പിരിക്കുന്നു, സോറി പറയുന്നു, ക്ഷമ പറയുന്നു. എവിടേക്കോ ഉമ്മയാണല്ലോ, മകനെ സപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ, അറിയില്ല. എന്തായാലും ഇതിനെ പറ്റിയൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം എനിക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുന്നില്ല ഇത് എങ്ങോട്ടേക്ക് പോകുന്നതെന്ന്. നോക്കാം, കാലം തെളിയിക്കാത്ത നുണകളും ഒന്നുമില്ലല്ലോ. ഈ അഫാന് ഏതെങ്കിലും ഈ പൈസ ഒക്കെ കടം മേടിക്കുന്ന എവിടെ നിന്നൊക്കെയായിരുന്നു? ഫോണിൽ നിന്ന് എടുക്കുമായിരുന്നു പൈസ. അതായത് എന്താ അത്? എന്താ ഫോണിൽ നിന്ന് പറയുമ്പോൾ ഫോണിൽ ആപ്പാണോ? ആ ഫോൺ ആപ്പ് അവിടുന്ന് പൈസ എടുക്കുമായിരുന്നു? അതെന്ന് വെച്ചാൽ അറിയാൻ വയ്യ, മറന്നുപോയി. അതും അറിയില്ല. ലോണായിട്ട് എടുക്കുമായിരുന്നു പൈസ. ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എടുക്കുമായിരുന്നല്ലേ? അവരെന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയായിട്ട് വല്ലോ? അല്ല, വിളിക്കുമായിരുന്നു. അന്ന് വിളിച്ചായിരുന്നു, ഫോണിൽ നിന്ന് വിളിച്ചായിരുന്നു അവര്. അതായത് ഈ ആദ്യം 24-ാം തീയതി 24-ാം തീയതി രാത്രിയും വിളിച്ചായിരുന്നു. രാത്രിയും വിളിച്ചായിരുന്നു, തലേദിവസവും വിളിച്ചായിരുന്നു, പിറ്റേന്നും വിളിച്ചായിരുന്നു. ഇപ്പൊ അഫാന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു ഇവര് വിളിച്ചു കഴിഞ്ഞു? പക്ഷേ ഇതില് പറഞ്ഞ ഒരു രണ്ടാമത്തെ ഒരു കേസ് എന്താന്ന് വെച്ചാൽ, അഫാന്റെ ഈ ഫോണിലെ ചില ആപ്പുകൾ യൂസ് ചെയ്തിട്ട് പൈസ കടം വാങ്ങുമായിരുന്നു. അപ്പോൾ വാങ്ങിയിട്ട് പിന്നെ അത് തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് കുറേ വിളി കാര്യങ്ങളൊക്കെ വരുമായിരുന്നു എന്ന്. പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ആ സമയങ്ങളിൽ കുറച്ച് ന്യൂസിൽ പറഞ്ഞിരുന്നു, ഫർസാനയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് അഫാന്റെ കുറേ പെട്രോൾ വരെ അടിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രായത്തിലുള്ള ഒരു ചെക്കന് ഇതിന് മാത്രം പൈസയുടെ ആവശ്യം എന്തായിരുന്നു? ഇതിന് മാത്രം പൈസ അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പോലും അവൻ ഇത്രയും വലിയ കടബാധ്യത ഉണ്ടോ? അപ്പം എന്തിനാണ് ഇവൻ ഈ പൈസ ഉപയോഗിച്ചതെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവൻ ഇത്രത്തോളം ഇങ്ങനെ പല ആപ്പുകൾ യൂസ് ചെയ്തിട്ട് പൈസ എടുക്കുകയും അനാവശ്യമായി ദൂർത്തടിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഗൾഫിലുള്ള ഉപ്പാനെയോ കുടുംബക്കാരെയോ അറിയിക്കേണ്ടതാണ്. ഇത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പല മാതാപിതാക്കളും പല കാര്യത്തിനും നിൽക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് പറയണം, സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു മാതാപിതാക്കളുടെ ഒരു റോൾ അവിടെ കംപ്ലീറ്റ് ആവും. പക്ഷെ ഇവിടെ അതൊന്നും കാണുന്നില്ല. എന്തുകൊണ്ട് ഈ ലെവലിലോട്ട് അഫാൻ പോയി എന്ന് പറയുന്ന സമയത്ത് ഒരു ഗുഡ് പാരന്റിങ് അല്ലെങ്കിൽ പാരന്റ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അഫാന്റെ കേസിൽ എന്നൊരു ഒപ്പീനിയൻ എനിക്ക് പേഴ്സണലി തോന്നുന്നു. കറന്റ്ലി ഷമിക്ക് ഒരു കാര്യത്തെ കുറിച്ചിട്ടും വലിയൊരു പ്രോപ്പർ നോളജ് ഇല്ല. ഒന്നും വളരെ കറക്റ്റായിട്ടോ വ്യക്തമായിട്ടോ പറയാൻ പറ്റുന്നില്ല. കാരണം മേ ബി ആ ഒരു മെന്റൽ ഷോക്കിലോ അല്ലെങ്കിൽ ടെൻഷനിലോ അല്ലെങ്കിൽ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ സിറ്റുവേഷനിലായിരിക്കും. എന്തായാലും തുടർന്നുള്ള സമൂഹത്തിന് ഇതൊരു പാടായിരിക്കട്ടെ. അപ്പം ശ്രദ്ധിക്കുക, മക്കളെ ആണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്തൊക്കെയാ നടക്കുക എന്നുള്ളതൊക്കെ പറയാൻ തന്നെ പറ്റില്ല. Okay guys, stay tuned for the next video. Tata bye bye.